Let's begin. Hello students, today we are going to learn a very important chapter from class 10th Social Science History, Nationalism in India. ഇന്ന് നമുക്ക് ക്ലാസ് 10th സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഡു യു മീൻ ബൈ നാഷണലിസം? നാഷണലിസം എന്നത് എന്താണ്? ഈസ് ഇറ്റ് ജസ്റ്റ് ലവ് ഫോർ അവർ കൺട്രി? ഒരു രാജ്യത്തോടുള്ള സ്നേഹം മാത്രമാണോ അത്? നോട്ട് എക്സാക്ട്ലി, അല്ലേ അല്ല. ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് യൂണിറ്റി, ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ് ടുവേഴ്സ് അവർ നേഷൻ. അതൊരു ഫീലിംഗ് ആണ്, ഒരു യൂണിറ്റിയാണ്, ഒരു സ്ട്രഗിളാണ്. ഇൻ ഇന്ത്യ നാഷണലിസം ഡിഡ് നോട്ട് ഡെവലപ്പ് ഇൻ എ സിംഗിൾ ഡേ. ഇറ്റ് ഗ്രോ slowly through struggles, movements and the efforts of many people. How did people from different religions, language and culture come together? Why did Indians unite against the British rule? All these questions will be answered in today's class. Today we are going to start our first lesson. This lesson is about the First World War, Khilafat and non-cooperation. ഈ ലെസൺ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യയിലെ എക്കണോമിക് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, സത്യാഗ്രഹം എന്ന ആശയം, ഗാന്ധിജി എന്ന മഹാത്മാവിൻ്റെ ആഗമനം, അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മനസ്സിലാക്കാൻ സഹായിക്കും. സ്റ്റുഡൻസ്, ഡോണ്ട് വറി, ഞാൻ വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ എല്ലാവർക്കും ഈസിയായി മനസ്സിലാക്കാനും സാധിക്കും. ആർ യു റെഡി? യെസ്, ലെറ്റ്സ് ബിഗിൻ. ഇൻ ദ ഇയർ ആഫ്റ്റർ 1919, we see the national movement spreading to new areas, incorporating new social groups and developing new modes of struggle. How do we understand these developments? What implications did they have? 1919 ശേഷമുള്ള വർഷങ്ങളിൽ നാഷണൽ മൂവ്മെൻറ്റ് പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതായും പുതിയ സാമൂഹിക വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതായും സമരത്തിൻ്റെ പുതിയ രീതികൾ വികസിപ്പിച്ചെടുക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇവ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയായിരുന്നു? Hello students, do you find it hard to remember long paragraph in history? Today I am going to show you a simple trick to make your task book much easier to study. We are going to give a name or a heading to every paragraph. When you open your book for revision, you will know exactly what is inside in each section just by looking at your heading. പ്രിയപ്പെട്ട കുട്ടികളെ, സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ വലിയ പാരഗ്രാഫുകൾ കണ്ട് പേടി തോന്നാറുണ്ടോ? എന്നാൽ ഓരോ പാരഗ്രാഫും എന്തിനെക്കുറിച്ചാണ് എന്ന് ഒരു ഹെഡിങ് കൊടുത്താൽ പഠനം വളരെ എളുപ്പമാകും. ലുക്ക് അറ്റ് ദി ഫസ്റ്റ് പാരഗ്രാഫ്. ഹെഡിങ്: ഇമ്പാക്റ്റ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് ഓൺ ഇന്ത്യ. വൈ? Because this paragraph explains how the war changed India's economy and life. The First World War created a massive shift in India's economic and political situation. Even though the war was not fought on Indian soil, First World War ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. The first and most important side heading: economic burden. The British government increased defense spending. To pay for this, they took out war loans and raised taxes on Indians. They introduced income tax for the first time and increased കസ്റ്റംസ് ഡ്യൂട്ടീസ്. സാമ്പത്തികമായ ആഘാതങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യക്ക് വരുത്തി വെച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം.
യുദ്ധച്ചെലവുകൾക്കായി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നികുതി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് ഇൻകം ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയത്. സാധനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ഇറക്കുമതി തീരുവയും വർദ്ധിപ്പിച്ചു. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഈസ് പ്രൈസ് ഹൈക്ക് അഥവാ വിലക്കയറ്റം. Between 1913 and 1918, the prices of essential goods doubled, making life extremely difficult for the common man. 1913-നും 1918-നും ഇടയിൽ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇത് സാധാരണക്കാരുടെ ജീവിതം വളരെയധികം ദുസ്സഹമാക്കി. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫോഴ്സ്ഡ് റിക്രൂട്ട്മെൻറ്റ് അഥവാ നിർബന്ധിത സൈനിക സേവനം. ദ ബ്രിട്ടീഷ് നീഡഡ് മോർ സോൾജിയേഴ്സ്, സോ ദേ ഫോഴ്സ്ഡ് മെൻ ഫ്രം ഇന്ത്യൻ വില്ലേജ് ടു ജോയിൻ ദ ആർമി, വിച്ച് കോസ്ഡ് വൈഡ് സ്പ്രെഡ് ആങ്കർ. യുദ്ധത്തിനായി ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ നിർബന്ധപൂർവം സൈന്യത്തിൽ ചേർത്തത് വലിയ ഒരു ജനരോക്ഷത്തിന് കാരണമായി. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഈസ് നാച്ചുറൽ കലാമിറ്റീസ്. യു നോ, ടു മേക്ക് മാറ്റേഴ്സ് മോർ ഡിഫിക്കൽട്ട്, ക്രോപ്സ് ഫെയിൽഡ് ഇൻ 1918, 1919 and 1920-21. It's leading to food shortage. 1918-നും 1919-നും 1920-21 ഈ കാലഘട്ടത്തിൽ കൃഷി നശിക്കുകയും രാജ്യത്ത് കടുത്ത ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു. ദിസ് വാസ് ഫോളോഡ് ബൈ എ ഡെഡ്ലി ഇൻഫ്ലുവൻസ എപ്പിഡമിക്. ഇതിനോടൊപ്പം രാജ്യം മുഴുവനും പടർന്നു പിടിച്ച ഇൻഫ്ലുവൻസ ഒട്ടനവധി ജനങ്ങളെ ബാധിക്കുകയും ചെയ്തു. What is the result of this? Around 12 to 13 million people died due to famine and epidemic. ഏകദേശം 12 മുതൽ 13 ദശലക്ഷം ആളുകൾ മരിച്ചു. People expected life to get better after the war, but it didn't. It's leading to the rise of new leaders like Gandhiji and the idea of സത്യാഗ്രഹ. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ തീരുമെന്ന് ജനങ്ങൾ കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നതും സത്യാഗ്രഹം എന്ന പുതിയ സമരമുറ അവതരിപ്പിക്കുന്നതും. ഡിയർ സ്റ്റുഡൻസ്, now that we have understood the paragraph and given it a heading, let's look at the expected questions for your board exams. Now, important questions from the first paragraph. First section, long answer questions. That means 5 mark. Question number 1, explain the impact of the First World War on the economic and political situation of India. How to explain the answer? Students, for this answer, you should write 5 main points with a small explanation. Economic burden, price hike, forced recruitment, natural calamities, after what happened. Okay? Next question is short answer type. That means 3 mark or 2 mark based. Question is, what does the term forced recruitment? Students, answer is from new words, a process by which the colonial state forced people to join the British Army. Third is the data-based questions, 1 mark based. Question is, how many people perished in India due to famines and the epidemic according to the 1921 census? Answer is 12 to 13 million people. If you found this video helpful,
Please subscribe to our channel for more easy study trick. Also, don't forget to hit the bell icon so you never miss an update when I post a new topic. Share this video with your friends also. See you in the next class. Thank you. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സോഷ്യൽ സയൻസ് എളുപ്പമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.